ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ തട്ടിൽ പിതാവിൻ്റെ എതിർ സത്യവാങ്മൂലം, അതിൻ്റെ നെല്ലും പതിരും നമുക്കൊന്ന് പരിശോധിക്കാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കത്തീഡ്രൽ ബസിലിക്കയുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ മുനിസിപ്പൽ കോടതിയിൽ ഈ കഴിഞ്ഞ 24/9/2025 സെപ്റ്റംബർ 24 സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് കൊടുത്തിരിക്കുന്ന കൗണ്ടർ അഫിഡവിറ്റ്, എതിർ സത്യവാങ്മൂലം, അതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. എൻ്റെ ഒരു ആദ്യത്തെ ഫസ്റ്റ് ഇംപ്രഷൻ പറയാം. പണ്ടത്തെ നായന്മാരെ കുറിച്ച് ഒരു ചൊല്ലുണ്ട്: ഇലക്കി നായര് മുൻപും പടക്കി നായര് പിൻപും. ഭക്ഷണം കഴിക്കാൻ ഇല ഇട്ട് കഴിഞ്ഞാൽ നായർ പെട്ടെന്ന് ഓടിയെത്തും. പടക്കി ഇല്ല, യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ നായർ ഏറ്റവും പുറകിലെ നിൽക്കും, യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. ഇത് പണ്ടത്തെ നായന്മാരെ കുറിച്ച് പറഞ്ഞിരുന്നതാണ്. ഇത് നമ്മുടെ മെത്രാന്മാർക്ക് ചേരും. ഇലക്കി അവർ മുൻപാണ്, പടക്കി അവർ വളരെ പുറകിലാണ്. വീരവാദം പറയാനൊക്കെ ഇല്ലേ, വലിയ വായൽ ആഹ്വാനം ചെയ്യാനും ആദർശം പറയാനൊക്കെ വലിയ മിടുക്കാണ് വീരവാദം മുഴക്കാൻ. കാര്യത്തോട് അടുക്കുമ്പോൾ വളരെ ദുർബലര്. അത് സ്നേഹത്തിൻ്റെ ദൗർബല്യമല്ല, മറിച്ച് ദൈവവിശ്വാസത്തിൽ വല്ലാത്ത ദാരിദ്ര്യം. പിന്നെ വളഞ്ഞ് ഒടിഞ്ഞു പോകുന്ന തരത്തിൽ എന്തോ ഒരു സാധനമാണ് അവർക്ക് നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് ഉള്ളത്. ഇതാണ് എനിക്ക് ആദ്യത്തെ ഒരു ഇംപ്രഷൻ. എങ്കിലും ചില നല്ല കാര്യങ്ങളൊക്കെ ഈ സത്യവാങ്മൂലത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് കേൾക്കുകയും, നിങ്ങൾ ചിലർ വായിച്ചു കാണും, ഇംഗ്ലീഷിൽ അത് വന്നിട്ടുണ്ട്. അത് വായിക്കാത്തവർക്കും പിന്നെ ഇംഗ്ലീഷ് വായിച്ചിട്ടും ചിലപ്പോൾ മുഴുവൻ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടാകില്ല, അവർക്കും വേണ്ടിയിട്ട് ഞാൻ കാര്യങ്ങൾ പറയുകയാണ്. അതിൻ്റെ സാങ്കേതികമായ കുറച്ച് കാര്യങ്ങളുണ്ട് ഇല്ലേ, 1-ാം പ്രതി 2-ാം പ്രതി അല്ലെങ്കിൽ കക്ഷി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള സംഗതികൾ വിട്ടിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. സഭയിലെ പ്രശ്നങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്കും സഭയിലെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാകും. അല്ലാത്തവർ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം അല്ലേ കഴിയട്ടെ, എന്നിട്ട് സഭയുടെ കാര്യങ്ങൾ പഠിക്കാം എന്നൊന്നും വിചാരിക്കരുത്. നമ്മുടെ സഭയാണ്, നമ്മുടെ സഭയുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ്. അത് മെത്രാന്മാരും അച്ഛന്മാരും തമ്മിൽ തീർക്കട്ടെ എന്നൊന്നും കരുതരുത്. അങ്ങനെ കരുതുന്നിടത്താണ് നമ്മുടെ പരാജയം. ഈ അഫിഡവിറ്റിൽ പറയുന്ന ഒരു കാര്യം, ക്രിസ്തീയ വിശ്വാസികളുടെ അത്യുന്നതവും അതിപരിശുദ്ധവുമായ പ്രാർത്ഥനയാണ് വിശുദ്ധമായ ഐക്യപ്പെടൽ (ബ്രാക്കറ്റിൽ കുർബാന). വിശുദ്ധമായ ഐക്യപ്പെടൽ എന്ന് ഞാൻ തർജ്ജമ ചെയ്തത് ഹോളി മാസ് എന്നാണ് അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഹോളി മാസ്, മിസ എന്ന വാക്കിൽ നിന്നാണ്, ലത്തീൻ വാക്കിൽ നിന്നാണ് ഹോളി മാസ് എന്ന് വരുന്നത്. മിസ എന്ന് പറഞ്ഞാൽ ഐക്യപ്പെടലാണ്. അത് സാധാരണ ലത്തീൻ സഭയിൽ ഇല്ലേ, ദിവ്യപൂജ സമാപിച്ചു, സമാധാനത്തിന് പോവുകിൻ എന്ന് പറയുന്ന അതിനു വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഈ ഹോളി മാസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായി ഐക്യപ്പെടൽ. ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഹോളി മാസ് (ബ്രാക്കറ്റിൽ കുർബാന). ക്രിസ്തീയ വിശ്വാസികളുടെ അത്യുന്നതവും അതിപരിശുദ്ധവുമായ പ്രാർത്ഥനയാണ് വിശുദ്ധ ഐക്യപ്പെടൽ എന്ന കുർബാന. സഭയ്ക്കും വിശ്വാസികൾക്കും അങ്ങേയറ്റം പ്രാധാന്യമുള്ളതാണ് പരസ്യമായ മതപരമായ ആരാധന എന്ന ലിറ്റർജി. അന്ത്യത്താഴ്ത്തൻ്റെ ഓർമ്മയെ ആചരിക്കുന്ന വിശുദ്ധ ഐക്യപ്പെടൽ പരസ്യമായ ആരാധനയുടെ ഏറ്റവും ഉയർന്ന രൂപമാണ്. ഓരോ സ്വയാധികാര സഭയ്ക്കും അതിൻ്റേതായ ലിറ്റർജിയുടെ തക്സയുമുണ്ട്. ഇത്രയാണ് ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് തട്ടിൽ പിതാവ്. ഇതിനകത്തെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് വായിക്കേണ്ട സംഗതികളാണ്. എല്ലാ വാക്കിനകത്തും ഒരല്പം ഒരു കൊളുത്തിട്ടിട്ടുണ്ട്. ഒന്ന്, വിശുദ്ധ ഐക്യപ്പെടൽ എന്ന് എഴുതിയുള്ളൂ, ഹോളി മാസ്. നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ദ ഹോളി സാക്രിഫൈസ് ഓഫ് ദ ഹോളി മാസ്. ദ ഹോളി സാക്രിഫൈസ് ഓഫ് ദ ഹോളി മാസ്. ആ ഹോളി സാക്രിഫൈസ്, വിശുദ്ധ ബലി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. മനഃപൂർവ്വമാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഏതായാലും ഉപയോഗിച്ചിട്ടില്ല. അതായത് കുരിശിലെ ബലിയുമായി പരിശുദ്ധ കുർബാനയ്ക്ക് ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് സംശയം. പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് അന്ത്യത്താഴ്ത്തൻ്റെ ഓർമ്മ ആചരിക്കുന്ന വിശുദ്ധ ഐക്യപ്പെടൽ. അന്ത്യത്താഴ്ത്തൻ്റെ ഓർമ്മ ആചരിക്കുന്ന വിശുദ്ധ ഐക്യപ്പെടൽ. അപ്പം വിശുദ്ധ ഐക്യപ്പെടൽ എന്ന് പറഞ്ഞിട്ട് അന്ത്യത്താഴ്ത്തൻ്റെ ഓർമ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും കുരിശിലെ ബലിയാണെന്നോ തിരുവുത്ഥാനത്തിൻ്റെ വെളിച്ചത്തിലാണെന്നോ പറഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ വിമത വൈദികർ പ്രചരിപ്പിക്കുന്ന ഒരു അബദ്ധ സിദ്ധാന്തത്തിൻ്റെ ഭാഗമാണിത്.
അതായത് കുരിശിലെ ബലിയുമായിട്ട് ഇതിന് വലിയ ബന്ധം കാണുന്നില്ല. അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണ്, അതുകൊണ്ട് മുഖത്തോട് മുഖം ഇരിക്കേണ്ടതാണ് എന്ന മട്ടിൽ വിമത വൈദികരും മുന്നേറ്റക്കാരും പ്രചരിപ്പിക്കുന്ന ഒരു അബദ്ധ സിദ്ധാന്തത്തിൻ്റെ ഭാഗമാണ് ഈ ഹോളി മാസ്, വിശുദ്ധ ഐക്യപ്പെടൽ എന്ന വാക്കും അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന എന്ന വാക്കും. ഈ ഒരു സഭയുടെ തലവനായിരിക്കുന്ന ആള് നമ്മുടെ മൊത്തം കത്തോലിക്ക സഭയുടെ തലവനായ ബെനഡിക്ട് മാർപ്പാപ്പ എഴുതിയിരിക്കുന്ന നസ്രത്തിൽ യേശു എന്ന 3 വോള്യങ്ങൾ അതൊന്ന് വായിച്ചാൽ നല്ലതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും നന്നാകും, ഇത്തരം അബദ്ധങ്ങൾ എഴുതാതിരിക്കാനും നല്ലതാണ്. അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല വിശുദ്ധ കുർബാന, അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ നിലത്തിരുന്ന് കിടന്ന് ചെയ്തേനെ. നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നൊറ്റ കാരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അത് തിരുവുത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തിരുവുത്ഥാനവും വിശുദ്ധ ബലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പൗലോസിലേക്ക് പറയുന്നത് നിങ്ങൾ ഈ അപ്പം മുറിക്കുമ്പോഴെല്ലാം അവൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുന്ന ഒന്നാണ്. ഇതൊക്കെയാണ് ബൈബിളും കത്തോലിക്ക സഭയുടെ മതബോധനം പറയുന്നത്. പക്ഷേ വിമത വൈദികരുടെ ദൈവശാസ്ത്രത്തിൻ്റെ ചുവട് പിടിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വിശുദ്ധമായി ഐക്യപ്പെടലാണ്, വിശുദ്ധ ബലി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണ് എന്ന് എഴുതി വച്ചിരിക്കുന്നു. ഈ വാസ്തവത്തിൽ ഇതിപ്പോൾ ഒരു മുനിസിപ്പൽ കോടതി, ആ കോടതിയായിട്ട് വരുന്ന ജഡ്ജി ഏത് മതത്തിൽപ്പെട്ട ആളെന്ന് എനിക്കറിയില്ല, ഏത് ജാതിയിൽപ്പെട്ട ആളാണെന്ന് എനിക്കറിയില്ല. ആരാണെങ്കിലും ലോകത്തോട് മുഴുവൻ എന്താണ് വിശുദ്ധ കുർബാന എന്ന് പ്രഖ്യാപിക്കാൻ ഒരു ഔദ്യോഗിക രേഖയായിട്ട് വരുന്ന സംഗതിയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ആ പാരഗ്രാഫ് ഒരു അല്പം കൂടി നല്ല രീതിയിൽ എഴുതിയിരുന്നെങ്കിൽ വിജാതീയരോട് പോലും അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ദേശരാഷ്ട്രത്തോട് പോലും സുവിശേഷം എന്താണ് കുർബാന എന്നത് വളരെ നന്നായിട്ട് പ്രഖ്യാപിക്കാമായിരുന്നു. ഇത് ഈ വിശുദ്ധ ഐക്യപ്പെടലും പിന്നെ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയുമായിട്ട് വിശുദ്ധ കുർബാനയെ ചുരുക്കിക്കളഞ്ഞു. ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്, കർത്താവ് ഉത്ഥാനം ചെയ്തില്ലായിരുന്നെങ്കിൽ വിശുദ്ധ കുർബാന ഉണ്ടാകുമായിരുന്നില്ല. പൗലോസിലേക്ക് പറയുന്നു ഇത് അവൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമാണ്. എങ്ങനെയാണ് ഈ അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയായി ഇതിനെ മാറ്റിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയല്ലെന്ന് ബെനഡിക്ട് മാർപ്പാപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരു പുസ്തകം വായിച്ചിട്ടില്ല, വായിച്ചാൽ തന്നെ മനസ്സിലായിട്ടില്ല. മനസ്സിലായാൽ പോലും മറ്റൊരു പറയാനോ കോടതിയോട് പറയാനോ അവർക്കത് വരുന്നില്ല, അവരെ വായയിൽ വരുന്നില്ല, മനസ്സിൽ വരുന്നില്ല. പിന്നെ വത്തിക്കാനൊരു കൊട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. വത്തിക്കാന് ഞാൻ ആ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം. ക്രിസ്തീയ വിശ്വാസികൾ അത്യുന്നതും അതിപരിശുദ്ധമായ പ്രാർത്ഥനയാണ് വിശുദ്ധ ഐക്യപ്പെടൽ ബ്രാക്കറ്റിലെ കുർബാന. സഭയ്ക്കും വിശ്വാസികൾക്കും അങ്ങേറ്റം പ്രാധാന്യമുള്ളതാണ് പരസ്യമായ മതപരമായ ആരാധന ലിറ്റർജി. അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാചരിക്കുന്ന വിശുദ്ധ ഐക്യപ്പെടൽ പരസ്യമായ ആരാധനയുടെ ഏറ്റവും ഉയർന്ന രൂപമാണ്. ഓരോ സ്വയാധികാര സഭയ്ക്കും അതിൻ്റേതായ ലിറ്റർജിയും ലിറ്റർജിയുടെ തക്സയുമുണ്ട്. ഓരോ സ്വയാധികാര സഭയ്ക്കും സൂയി യൂരി സഭ. ഇവിടെയാണ് വത്തിക്കാൻ ഒരു കൊട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടേത് സൂയി യൂരി സഭയാണ്. അതായത് സ്വന്തമായ നിയമങ്ങളാൽ ഭരിക്കപ്പെടുന്ന സഭ എന്നാണ് അതിൻ്റെ അർത്ഥം. സൂയി യൂരി, സ്വന്തമായ നിയമങ്ങളുള്ളത്. ഞങ്ങൾക്ക് സ്വന്തമായ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ അത് അത്ര കണ്ട് ഇടപെടണ്ട. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ സ്വയാധികാര സഭയാണ്. ഇനി ഞങ്ങൾക്ക് സ്വയം അധികാരം സ്വന്തമായ നിയമങ്ങളുള്ള സഭയാണെങ്കിലും അത് പാലിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. നിയമസംഹിതയുണ്ടെങ്കിലും നിയമം പാലിക്കാതെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വതന്ത്ര സമൂഹമാണിത് ഞങ്ങളുടേത്. ഇതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഈ പരകോടി എന്ന് പറയുന്നത്. നിയമങ്ങളുണ്ടെങ്കിലും അത് പാലിക്കാതിരിക്കുക. ഈ ട്രാഫിക് നിയമങ്ങളുണ്ടെങ്കിലും അത് പാലിക്കാത്ത ലോകത്തിലെ ഏക ദേശരാഷ്ട്രമാണ് ഭാരതം. ആ ഭാരതത്തിൽ ഉത്ഭവിച്ച സഭയാണ്. നിയമങ്ങളുണ്ടെങ്കിലും ട്രാഫിക് നിയമം ഉണ്ടെങ്കിലും ഞങ്ങൾ പാലിക്കാറില്ല. ഇതുപോലെ സഭയിൽ നിയമങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ പാലിക്കാറില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്ത്യൻ സംസ്കാരം അറിയാത്തത് കൊണ്ടാണ് വത്തിക്കാൻ നിയമങ്ങൾ പാലിക്കണം എന്ന് പറയണേ. ഞങ്ങൾക്കൂടെ നിയമങ്ങളുണ്ടെങ്കിലും അത് പാലിക്കാറില്ല. ഇനി പാലിക്കണമെങ്കിൽ തന്നെ ചിലർക്ക് പാലിക്കണം, ചിലർക്ക് പാലിക്കേണ്ട. അതായത് പാവപ്പെട്ടവരൊക്കെ നിയമം പാലിക്കണം, പണക്കാരും കയ്യൂക്കുള്ളവരും പാലിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ ഞങ്ങളുടെ സഭ. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നിയമങ്ങളുണ്ട്. അത് പാലിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്വതന്ത്ര സഭയായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ നിയമങ്ങൾ പാലിക്കാനുള്ളതല്ല, ലംഘിക്കാനുള്ളതാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു സ്വതന്ത്ര സഭയാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് വത്തിക്കാൻ ഞങ്ങളുടെ കാര്യത്തിൽ വലിയ കൈകടത്തൽ വേണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വത്തിക്കാൻ എന്തുകൊണ്ടാണ് ഇടപെടാത്തതെന്ന്. വത്തിക്കാൻ ഒരു തീരുമാനം എടുത്താൽ നടപ്പാക്കേണ്ടത് മെത്രാന്മാരാണ്. ഒരു മാർപ്പാപ്പ 4 പ്രാവശ്യം ഒരേ കാര്യം ആവശ്യപ്പെടേണ്ടി വരുന്നത് തന്നെ തെറ്റ്. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ ഏത് സഭയും നടപ്പാക്കിയിരിക്കും.
ഒരു മാർപ്പാപ്പ 4 പ്രാവശ്യം പറഞ്ഞിട്ടും അത് നടപ്പാക്കാനായിട്ട് കൈമെയ് അനക്കാത്ത ഒരു മെത്രാൻ സിനഡാണ് സീറോ മലബാർ സഭയ്ക്കുള്ളത്. അതുകൊണ്ട് ഇനി വത്തിക്കാൻ ഇനിയും നാണം കെടാൻ തയ്യാറല്ല. നമുക്ക് സഭയ്ക്ക് ഈ പട്ടാളവും പോലീസും ഇല്ല. അതേസമയം മെത്രാന്മാർ വിചാരിച്ചാൽ നടപ്പാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ മെത്രാന്മാർ അത് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇനിയും വത്തിക്കാൻ നാണം കെടാൻ തയ്യാറല്ല. മെത്രാന്മാർ എന്ന് തയ്യാറാകുമ്പോൾ മാർപ്പാപ്പയെ ബഹുമാനിക്കാൻ അന്ന് വത്തിക്കാൻ ഇടപെടും. ഇത് നമുക്ക് സങ്കടകരമായ കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് വത്തിക്കാൻ ഇനിയും നാണം കെടുക? എത്ര മെത്രാന്മാർ രാജിവെപ്പിച്ചു? എത്ര പ്രാവശ്യം പറഞ്ഞു ഇത് നിയമങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണമെന്ന്? 4 പ്രാവശ്യം ഒരു മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. എന്നിട്ടും അത് നടപ്പാക്കാൻ മെനക്കെടാത്ത, അതിലൊരു നാണം തോന്നാത്ത, ലജ്ജിക്കാത്ത ഒരു സഭാ നേതൃത്വമാണ് നമുക്കുള്ളത്. അപ്പം അതുകൊണ്ട് വത്തിക്കാൻ ഉടനെ ഇടപെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. മാത്രമല്ല, സഭയുടെ കൂടെ നിൽക്കുന്നെന്ന് വിചാരിക്കുന്നവർ പോലും സഭയുടെ കൂടെയല്ല. അപ്പം നമുക്ക് ദൈവം ഇടപെടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റും. അടുത്ത പാരഗ്രാഫ്, സത്യവാങ്മൂലത്തിലെ അടുത്ത പാരഗ്രാഫ്. ആരാധനയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിയമങ്ങളുണ്ട്. പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാനോൻ നിയമത്തിന്റെ പ്രാരംഭ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: ലിറ്റർജിയുടെ തക്സിലെ നിർദ്ദേശങ്ങളിലേക്ക് പലപ്പോഴും കാനോൻ നിയമം കൈചൂണ്ടുന്നെങ്കിലും ലിറ്റർജിയുടെ കാര്യങ്ങൾ മിക്കപ്പോഴും നിശ്ചയിക്കുന്നത് കാനോൻ നിയമം അല്ലാത്തതിനാൽ കാനോൻ നിയമത്തിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളെല്ലാം ശുഷ്കാന്തിയോടെ പാലിക്കണം. CCEO C3 പൗരത്വ സഭകൾക്ക് വേണ്ടി കാനോൻ നിയമം. അതിനാൽ ആരാധനയുടെ നിയമങ്ങൾ വിശേഷത എങ്ങനെ ആയിരിക്കണമെന്നത് ലിറ്റർജിയുടെ തക്സയിൽ എഴുതിയിരിക്കുന്നത് പോലെ പാലിക്കേണ്ടതാണ്. തക്സ എന്ന് ഞാൻ പറഞ്ഞത് ടെക്സ്റ്റ് എന്ന വാക്കിന്റെ മലയാളമാണ് ഞാൻ തക്സ കൊടുക്കുന്നത്. ആരാധനയുടെ നിയമങ്ങൾ വിശേഷത എങ്ങനെ പാലിക്കണമെന്നത്, എങ്ങനെ ആയിരിക്കണമെന്നത് ലിറ്റർജിയുടെ തക്സയിൽ എഴുതിയിരിക്കുന്ന പോലെ പാലിക്കേണ്ടതാണ്. തക്സയിൽ എഴുതിയിരിക്കുന്നത് വ്യതിചലിക്കാൻ പാടില്ല. വിശേഷിച്ച് തിരുക്കർമ്മത്തിന്റെ രൂപം അതെങ്ങനെ ആചരിക്കണമെന്ന് ഇത്രയും എഴുതി നന്നായി. തട്ടിൽ പിതാവിനൊരു കൺഗ്രാജുലേഷൻസ്. തക്സയിൽ നിന്ന് വ്യതിചലിച്ച് ചൊല്ലുക എന്ന ഫാഷനാണ് പല വൈദികരുടെയും പല മെത്രാന്മാരുടെയും രീതി. തക്സയിൽ പ്രിന്റ് ചെയ്തതുപോലെ അല്ല ചൊല്ലുക. അങ്ങനെ ചൊല്ലിയാൽ എന്തൊരു നാണക്കേട് പോലെയാ. എൻ്റെ ക്രിയേറ്റിവിറ്റി, എൻ്റെ സർഗാത്മകത നഷ്ടപ്പെട്ടു പോകുമോ? കർത്താവും സ്ലീഹന്മാരും സഭാപിതാക്കന്മാരും പറഞ്ഞ വാക്കുകൾ വെളിച്ചത്തിലാണ് പ്രാർത്ഥനകൾ. അവർക്ക് മാത്രമല്ലല്ലോ സർഗാത്മകത, എന്നിലും പരിശുദ്ധാത്മാവില്ലേ എന്നൊരു അഹങ്കാരം അച്ഛന്മാർക്കുണ്ട്. അതുകൊണ്ട് തക്സയിലുള്ള പ്രാർത്ഥനയോ തക്സയിൽ പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളോ അനുഷ്ഠിക്കുന്നത്, ചൊല്ലുന്നത് അച്ഛന്മാർക്ക് ഒരു കുറച്ചിൽ പോലെയാണ്. സർഗാത്മകത കുറഞ്ഞു പോകുന്നുള്ള കുറച്ചില്ല. പക്ഷെ അത് പാടില്ല. അതിലെങ്ങനെ ചൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതുപോലെ ചെല്ലണമെന്ന് കോടതിയോട് പറഞ്ഞത് നന്നായി. കോടതിക്കെങ്കിലും മനസ്സിലാവട്ടെ, അച്ഛന്മാർക്ക് മനസ്സിലായില്ലെങ്കിലും. പിന്നെ കുറേ മെത്രാന്മാരുണ്ട് ഈ തക്സയിൽ അച്ചടിച്ച പോലെ ഒന്നല്ല അവർ ചൊല്ലുന്നത്. പാട്ടുകളാണെങ്കിലും ചിലർ ഇല്ലേ അങ്ങനെ പാടരുത് ഇങ്ങനെ പാടരുതെന്ന് മൈക്കിലൂടെ വിളിച്ച് പറയുന്നല്ലാതെ അതത് രൂപത്തിൽ നടപ്പാക്കാൻ ഒരു നടപടി എടുക്കില്ല. ഇതാ ഞാൻ പറഞ്ഞത്, വീരവാദം അടിക്കാൻ വലിയ മിടുക്കരാ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ. സ്വന്തം രൂപതയിലും അതുപോലെ മറ്റു രൂപതകളിലും അത് നടപ്പാക്കാനായിട്ടുള്ള നടപടികൾ എടുക്കണ്ടേ? സിനിമ പാട്ട് പോലത്തെ പാട്ട് പാടില്ലെന്ന് അനൗൺസ് ചെയ്യുകയാണോ വേണ്ടത്? എൻ്റെ രൂപത്തിൽ വേണ്ട എന്ന് കർശനമായ നിയമം കൊണ്ടുവരുവാണോ വേണ്ടത്? അടുത്ത പാരഗ്രാഫ്, ലിറ്റർജിയുടെ നിയമങ്ങളും പുസ്തകങ്ങളും സംബന്ധിച്ച് കാനോൻ നിയമം 110:1 ഇങ്ങനെ പറയുന്നു: പാത്രിയാർക്കൽ സഭകളിൽ ആ പാത്രിയാർക്കൽ സഭയെ ബാധിക്കുന്ന നിയമനിർമ്മാണത്തിലുള്ള പരമാധികാരം കാനോൻ 150:1-2-3 പ്രകാരം നിയമത്തിന്റെ പ്രാബല്യമുള്ള നിയമനിർമ്മാണത്തിന് പരമാധികാരം തന്നെ ഉള്ളത് മെത്രാൻ സിനഡിന് മാത്രമാണ്. മെത്രാൻ സിനഡ് നിയമമായി പാസാക്കിയ ലിറ്റർജിയുടെ നിയമങ്ങൾ സാർവത്രികമായി സാധുവായതും അച്ചടക്കത്തെ സംബന്ധിച്ച നിയമങ്ങൾ ആ പാത്രിയാർക്കൽ സഭയ്ക്കുള്ളിൽ മാത്രം ഉള്ളതുമാണ് എന്നാണ് കാനോൻ നിയമം 150:2 പറയുന്നത്. അതായത് ചുരുക്കം ഇത്രയാണ്: ഈ ലിറ്റർജിയെ സംബന്ധിച്ച് നിയമനിർമ്മാണത്തിലുള്ള അധികാരം മെത്രാൻ സിനഡിനാണ്. ലിറ്റർജിയെ സംബന്ധിച്ച് മെത്രാൻ സിനഡ് എടുക്കുന്ന തീരുമാനം ആഗോളമാണ്. അച്ചടക്കം സംബന്ധിച്ചുള്ളത് ആ പാത്രിയാർക്കൽ സഭയുടെ ഉള്ളിൽ മാത്രമാണ്. അപ്പോൾ ലിറ്റർജിയെ സംബന്ധിച്ച് മെത്രാൻ സിനഡിനാണ് പരമാധികാരം. ലിറ്റർജിയെ സംബന്ധിച്ച് അത് മെത്രാൻ സിനഡ് അംഗീകരിച്ചാലും പരിശുദ്ധ സിംഹാസനം അത് പെറൂസ് ചെയ്യണം, മാർപ്പാപ്പ അംഗീകരിക്കണം. അപ്പോൾ മെത്രാൻ സിനഡിനാണ് തീരുമാനമെടുക്കൽ അധികാരം. ഇതാണ് പറയുന്നത്. അപ്പോൾ മെത്രാൻ സിനഡിന് ഈ അധികാരമുണ്ടെന്ന് സമർത്ഥിച്ചതും കോടതിയിൽ അത് സത്യവാങ്മൂലം കൊടുത്തതും നന്നായിരിക്കുന്നു. അത് നല്ല കാര്യമാണ്. ഈ വിമതോളികൾ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടല്ലോ, വിമതന്മാരും മുന്നേറ്റക്കാരും, അതാണ് വിമതോളികൾ. അവർ പറയുന്നത് സിനഡിനൊന്നും അധികാരമില്ലെന്നും അവർ മെത്രാൻ സിനഡിനെ അംഗീകരിക്കുന്നില്ലെന്നാണ് പറഞ്ഞു നടക്കണേ. എന്നിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഈ മെത്രാൻ സിനഡും മെത്രാന്മാരും അവരെ ചേർത്ത് പിടിക്കാൻ പോകുന്നു എന്നുള്ളത് ഒരു മറുവശം. അവർ തിരുത്താനോ അവരോട് അനുസരിക്കണമെന്ന് പറയാനൊന്നും തയ്യാറാകാതെ അവർക്ക് വഴങ്ങി കൊടുക്കുന്ന ഒരു രീതി, അതിപ്പോൾ കുറെ കൊല്ലമായി നമ്മളിങ്ങനെ തുടങ്ങിയിട്ട് നമുക്കത് എളുപ്പത്തിൽ തീർക്കാൻ കഴിയില്ല. കാരണം
ഇവരുടെ ട്രാക്കിലേക്ക് വീഴുന്നവരെയാണ് അവർ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരണേ. അല്ലാതെ സത്യം, നീതി, സ്നേഹം, സുവിശേഷം, കാനൺ നിയമം അങ്ങനെയുള്ള കാര്യങ്ങളോടല്ല ഈ ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പാറക്കാട്ടിൽ പിതാവ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതായത് വത്തിക്കാനെ കബളിപ്പിക്കുക, വത്തിക്കാനെ ലംഘിക്കുക, വത്തിക്കാൻ അനുസരിക്കാതിരിക്കുക, നമ്മൾ സ്വതന്ത്രമായിട്ട് സംഗതികൾ ഉണ്ടാക്കുക, എന്നിട്ട് നമ്മുടേതായ പൂജാ കർമ്മങ്ങൾ ഉണ്ടാക്കുക. അതിലേക്ക് അങ്ങ് വീണിരിക്കുകയാണ് മഹാഭൂരിപക്ഷം മെത്രാന്മാരും. അപ്പോൾ 10-60 കൊല്ലമായിട്ട് സീറോ മലബാർ സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് വത്തിക്കാനെ കബളിപ്പിക്കുക, സൂത്രത്തിലാക്കാന്നാണ്. ആ സൂത്രങ്ങളൊക്കെ ഈ സത്യവാങ്മൂലത്തിലും കാണാം. നമുക്കത് കാണാം. മെത്രാന്മാരുടെ സിനഡ് ലിറ്റർജിയുടെ തക്സിക്ക് അംഗീകാരം കൊടുക്കുകയും അതെങ്ങനെ ആഘോഷിക്കണം നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം സീറോ മലബാർ സഭയുടെ മെത്രാന്മാർ സംയുക്തമായി 15/12/1999 സീറോ മലബാർ സഭയിലെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും അൽമായർക്കുമായി ഇടയലേഖനം പുറപ്പെടുവിച്ചു. അതിൽ ജനങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കേണ്ട ഏത് സമയത്താണ്, അൾത്താറിലേക്ക് തിരിഞ്ഞു നിൽക്കേണ്ട ഏത് സമയത്താണ്, ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഏതെല്ലാമാണ് എന്നെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. മെത്രാന്മാരുടെ ഈ തീരുമാനം ചില രൂപതകൾ നടപ്പാക്കി. എറണാകുളം, അങ്കമാലി ഉൾപ്പെടെ ചില രൂപതകൾ നടപ്പാക്കിയില്ല. മെത്രാൻസിന്റെ തീരുമാനത്തിൽ ഒഴികഴിവ് വാങ്ങിയിട്ടാണ് ഇങ്ങനെ നടപ്പാക്കാതിരുന്നത്. ആ സ്ഥിതിവിശേഷം 2021 വരെ തുടർന്നു. ഇതാണ് 6ാമത്തെ പാരഗ്രാഫിൽ തട്ടിൽ പിതാവ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ചില നല്ല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. 1999 ഏകീകൃത കുർബാന സംബന്ധിച്ച് തീരുമാനമെടുത്തത് എന്ന കാര്യം കോടതിയെ ഔദ്യോഗികമായിട്ട് അറിയിച്ച് നന്നായി. സഭയുടെ ഔദ്യോഗിക രേഖ ഇപ്പോൾ കോടതിയുടെ രേഖയായിട്ട് മാറുമല്ലോ, അത് നന്നായി. ഇത് ഈ മെത്രാന്മാർ തീരുമാനിച്ചിട്ടില്ല. കോവിഡിൻ്റെ മറവിൽ 2021 മെത്രാന്മാരെ സൂത്രത്തിൽ ഉണ്ടാക്കിയതാണ്. ഭൂമി കുംഭകോണം മറയ്ക്കാൻ വേണ്ടി ആലഞ്ചേരി പിതാവ് ഉണ്ടാക്കിയ സൂത്രമാണ്. ഇതൊക്കെ ഒറ്റയടിക്ക് തട്ടിൽ പിതാവ് കോടതിന് മുമ്പൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ നുണയാണ്. കോവിഡിൻ്റെ മറവിൽ ചെയ്തതല്ല. ഭൂമി കുംഭകോണം എന്നുള്ള അങ്ങനെ ഒരു ഭൂമിയില്ല, കോണമില്ല, കുംഭകോണമില്ല, കുംഭമൊന്നുമില്ല. എങ്കിലും അതിൻ്റെ മറവിലാന്ന് പറഞ്ഞത് പച്ച നുണയാണ്, കല്ല് വെച്ച നുണയാണ്. അത് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. അത് കോടതി അറിയിച്ചിരിക്കുകയാണ്. പിന്നെ മെത്രാന്മാർ അടിച്ചേൽപ്പിച്ചതാണ് അല്ല. 2021 99 തീരുമാനമാണ്. അത് സംയുക്തമായി എടുത്തതാണ്. സംയുക്ത സർക്കിൾ ഇറക്കിയിട്ടുണ്ട്. ഏകകണ്ഠേന എടുത്തതാണ്, അടിച്ചേൽപ്പിച്ചതല്ല എന്ന് കോടതിയെ രേഖാമൂലം തട്ടിൽ പിതാവ് അറിയിച്ചിരിക്കുന്നു. അത് വളരെ ഗംഭീരമായിരിക്കുന്നു. 99 മെത്രാൻ സെനഡ് തീരുമാനമാണ്. അത് സഭയുടെ ഔദ്യോഗിക രേഖകളിലുണ്ട്, മാർപ്പാപ്പയുടെ ഔദ്യോഗിക രേഖകളിലുണ്ട്, പൗരത്വ സിംഹാസനത്തിനുണ്ട്, ഇപ്പോൾ കോടതിക്കും കൊടുത്തിരിക്കുന്നു, ഈ സത്യവാങ്മൂലത്തിൽ കൊടുത്തിരിക്കുന്നു. അത് ഗംഭീരം. ഇപ്പോൾ ഇതിങ്ങനെ 2021 കോവിഡിൻ്റെ മറവിൽ ഭൂമി കുംഭകോണം തന്നെ മറയ്ക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവർ അത് തിരുത്തണം. അത് തിരുത്തി പരസ്യമായിട്ട് മാപ്പ് പറയണം. ഇല്ലെങ്കിൽ അവർ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകണം. അതൊരു മിനിമം മര്യാദയാണ്. 99 മെത്രാൻ സിനഡ് ഐക്യകണ്ഠേന തീരുമാനിച്ചതാണ്. ഞാൻ നിങ്ങളുടെ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കൽ പോലും 2021 വരെയുള്ള ഒരു സിനഡിലും ഒരു മെത്രാനും മറിച്ച് പുനരാലോചന ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സ്ഥലത്തും. പിന്നെ തട്ടിൽ പിതാവ് ഈ ഇടയലേഖനത്തിൽ പറയുകയാണ്, ഈ സത്യവാങ്മൂലത്തെ പറയുകയാണ്, ചില രൂപതകളിൽ നടപ്പാക്കിയില്ല. 99 തീരുമാനിച്ചെങ്കിലും ചില രൂപതകൾ നടപ്പാക്കിയില്ല. ആ നടപ്പാക്കാത്ത രൂപതകളിലെ മെത്രാന്മാരാണ് ഇപ്പോഴത്തെ ലിറ്റർജി പ്രതിസന്ധിയുടെ ഒന്നാം പ്രതി പട്ടികയിൽ വേണ്ടത്. ഈ 99 തീരുമാനിച്ച തീരുമാനം നടപ്പാക്കാതിരുന്ന മെത്രാന്മാരാണ്. വൈദികരെ വിമതരാക്കിയത് ആ മെത്രാന്മാരാണ്. ആ മെത്രാന്മാർ മാർപ്പാപ്പയെയും മെത്രാൻസിന്റെ തീരുമാനത്തിൽ ലംഘിച്ചത് വളരെ ഗൗരവമായ തെറ്റാണ്. ആ മെത്രാന്മാരിൽ പലരും ഇപ്പോഴും ഉണ്ട് മെത്രാന്മാരായിട്ട്. ഈ മുന്നേറ്റക്കാർ എന്ന ജാര സന്തതികൾ ജനിപ്പിച്ചതും ഈ മെത്രാന്മാരാണ്. പക്ഷെ ഒരു ന്യായം, തട്ടിൽ പിതാവ് ഒരു ന്യായം പറയുന്ന സത്യവാങ്മൂലത്തിൽ ഒഴികഴിവ് വാങ്ങിയെന്ന്. അതായത് 99 തീരുമാനം ഓരോ രൂപത്തിലും പല രൂപം നടപ്പാക്കിയില്ല, അതിന് ഒഴികഴിവ് വാങ്ങി. ഇത് മെത്രാന്മാരുടെ അജ്ഞതയിലേക്കും അതുപോലെ തന്നെ അജ്ഞതയിലേക്ക് മാത്രമല്ല അവരുടെ ഒരു ധാർഷ്ട്യത്തിലേക്കും കൈചൂണ്ടുകയാണ്. അജ്ഞത എന്ന് പറയുന്നത് എന്താണ്? ഒഴികഴിവ്. ഒരു രൂപതയ്ക്ക് മൊത്തമായിട്ട് കൊടുത്താൽ, ഒഴികഴിവ് കൊടുത്താൽ അത് ഒഴികഴിവാകുമോ? അത് നിയമാവില്ലേ? അതുപോലെ അനിശ്ചിത കാലത്തേക്ക് കൊടുക്കാൻ പറ്റുമോ? ഇതിന് വ്യക്തത വരുത്തിയത് അത് മെത്രാന്മാർ വിചാരിച്ചിരുന്നത് എന്ത് തീരുമാനിച്ചാലും എൻ്റെ രൂപതയിൽ ഞാൻ തോന്നിയ പോലെ ചെയ്യുമെന്ന്, അതിനുള്ള പരമാധികാരം എനിക്കുണ്ടെന്ന അജ്ഞത മെത്രാന്മാർക്കുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് 99 തീരുമാനിക്കുമ്പോൾ ഒരു ഒപ്പിടും.
എന്നിട്ട് പുറത്ത് വന്നിട്ട് ആ ഒപ്പിട്ടിന് നേർ വിപരീതം ചെയ്യും. ഇങ്ങനെ സർക്കാരിനോടും പണ്ട് ചെയ്തിട്ടുണ്ട്. KT തോമസ് ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. അതായത് AK ആന്റണിയുടെ കാലത്ത് മെത്രാന്മാരെ വെച്ചിട്ട് AK ആന്റണി ഇവരെ ഒപ്പ് വാങ്ങിച്ചില്ല. പുറത്ത് കിടന്നിട്ട് മെത്രാന്മാർ തീരുമാനം മാറ്റി. ഈ സ്വാശ്രയ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. അപ്പോൾ KT തോമസ് ജഡ്ജി പറഞ്ഞു, മെത്രാന്മാരൊരു കാര്യം പറയുന്നു, AK ആന്റണി വിപരീതം, അതിന് നേർ വിപരീതം പറയുന്നു. AK ആന്റണി പറയുന്നതാണ് സത്യമെന്ന് വിചാരിക്കാനാണ് മനുഷ്യർക്ക് തോന്നണേ. നമ്മുടെ മെത്രാന്മാരെ കുറിച്ച് ഒരു സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞ കാര്യം പറഞ്ഞേ. അതായത് ഒപ്പിടുക, അതിന് നേർ വിപരീതം ചെയ്യുക. ഒരു മനസാക്ഷിക്കടി അതിനകത്തില്ല. അതിനവർ പറഞ്ഞ ന്യായം, ഞങ്ങൾക്കുള്ള അധികാരമുണ്ട്, ഒപ്പിടാനും ലംഘിക്കാനും അധികാരമുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയ അധികാരം? അജ്ഞതയായിരുന്നു. അതിന് വ്യക്തത വരുത്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഒഴികഴിവ് എന്ന് പറഞ്ഞാൽ അത് നിയമമാക്കാൻ പറ്റില്ല. ഒഴികഴിവെന്ന് പറയുന്നത് ഏതെങ്കിലും കുറച്ച് പേർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം കുറച്ച് നാളത്തേക്ക്, ഈ 3 കാര്യങ്ങൾ എല്ലാവർക്കും അല്ല, ഒരു രൂപതയ്ക്ക് മൊത്തമല്ല, കുറച്ച് പേർക്ക് കുറച്ച് കാലത്തേക്ക് കൊടുക്കുന്ന ഒരു ഒഴികഴിവ്, ചില പ്രത്യേക സാഹചര്യങ്ങളാൽ. അങ്ങനെയാണ് ഒഴികഴിവ് കൊടുക്കാൻ പറ്റുക. അല്ലാതെ നിയമം മൊത്തം ഇല്ലേ ഒഴികഴിവാക്കി മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒഴികഴിവ് നിയമമാക്കാൻ പാടില്ല. ഇതിന് വ്യക്തത വരുത്തിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്താണ്. കാരണം ലോകത്തൊരു സ്ഥലത്ത് ഇങ്ങനെ നടക്കില്ല. നമ്മുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ വത്തിക്കാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒഴികഴിവ് നിയമമാക്കാൻ കഴിയില്ല. ഒരു മെത്രാനും ഒരു രൂപതയ്ക്ക് മൊത്തമായി ഒഴികഴിവ് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് കരിയിൽ പിതാവിനെ രാജിവെപ്പിച്ചത്. വേറെ രൂപത്തിൽ അങ്ങനെ കൊടുത്തു, പക്ഷെ ആ പിതാവ് പെട്ടെന്ന് തിരുത്തി, അല്ലെങ്കിൽ ആ മെത്രാൻ രാജിവെക്കേണ്ടി വന്നേനെ. ചുരുക്കത്തിൽ ഒഴികഴിവ് കൊടുക്കുക എന്നുള്ളതിൻ്റെ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് മെത്രാന്മാർക്ക് അറിയില്ലായിരുന്നു, അജ്ഞത. 2, എനിക്കങ്ങനെ എല്ലാ രൂപത്തിലും മൊത്തം കൊടുക്കാൻ കഴിയുമെന്ന ഒരു ധാർഷ്ട്യം മെത്രാന്മാർക്കുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങളും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് തിരുത്തപ്പെട്ടു. അപ്പോഴാണ് ഇപ്പോൾ പെട്ടുകിടക്കുന്നത്. മെത്രാന്മാർ പെട്ടുകിടക്കുന്നത് ഇതിലാണ്. ഈ നിയമം കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടും ഞങ്ങൾക്ക് നിയമമൊക്കെ ലംഘിക്കാനുള്ള അധികാരമുണ്ടെന്ന് തോന്നിയത് കൊണ്ടുമാണ് മെത്രാന്മാർ 99 തീരുമാനം നടപ്പാക്കാതിരുന്നത്. ആ തീരുമാനം അങ്ങനെ നടപ്പാക്കാതെ പോകരുത്, നടപ്പാക്കാണ്ടിരിക്കുന്നത് മാർപ്പാപ്പയ്ക്കെതിരായി തെറ്റാകുമെന്ന് പറഞ്ഞ എന്നെ ധിക്കാരിയായിട്ടും അനുസരണക്കേടുള്ളവനായിട്ടും മുദ്ര കുത്തി പ്രചരിപ്പിച്ചു. ഇപ്പോഴും കുറേ പേര് അത് വിച്ഛേദിക്കുന്നു. മാർപ്പാപ്പയെ അനുസരിക്കണമെന്ന് പറഞ്ഞ ഞാൻ ധിക്കാരിയും മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ടിരിക്കുന്നവർ സഭയുടെ ആളുകളുമായിട്ട് മാറി. ഈ ഒരു വൈപരീത്യം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ലിറ്റർജി ക്രൈസ്റ്റ് വന്നത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഞാൻ എന്തിനു വേണ്ടിയാണോ പട്ടം കിട്ടുന്നതിന് മുമ്പ് തൊട്ട് വാദിച്ചിരുന്നത് അത് നടപ്പായത് മാത്രമല്ല, ഞാൻ പറഞ്ഞതാണ് ശരി, മാർപ്പാപ്പയെ അനുസരിക്കണം, ഞാൻ പറഞ്ഞതാണ് ശരി, മാർപ്പാപ്പയെ ധിക്കരിക്കാമെന്ന് മെത്രാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് തെളിഞ്ഞു. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷമുള്ളവനാണ്. ലിറ്റർജിയുടെ ക്രൈസിസ് ഒക്കെ ഉള്ളത് നടക്കാൻ എനിക്ക് സങ്കടമുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞത് മാർപ്പാപ്പ അംഗീകരിച്ച് വന്നു എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് എനിക്ക്. അടുത്തത്, സിനഡ് 1999 എടുത്ത തീരുമാനം നടപ്പാക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2021 ജൂലൈ 7 ആഹ്വാനം ചെയ്തു. ഇത് നമ്മുടെ തക്സയിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വട്ടോളിക്ക് കൊടുത്ത മറുപടിയിൽ അത് അങ്ങനെ തന്നെ വായിച്ച് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. പിന്നെ വീണ്ടും തട്ടിൽ പിതാവ് എഴുതിയിരിക്കുകയാണ്. അതിനുശേഷം മെത്രാന്മാരുടെ സിനഡ് ഈ തക്സയും ആചാരരീതികളും അംഗീകരിച്ചുകൊണ്ട് ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുക്കുകയും സീറോ മലബാർ സഭയുടെ തലവൻ കാനോൻ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് 27/8/2021 അത് പ്രാബല്യത്തിലാക്കിക്കൊണ്ട് ഡിക്രി പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇത് ആലഞ്ചേരി പിതാവ് ചെയ്തതാണ്. അത് നമ്മുടെ തക്സയിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ വായിച്ച് അതിൻ്റെ വ്യാഖ്യാനം ഇംഗ്ലീഷിലാണ് അത് വായിച്ചു. ഈ വട്ടോളിക്ക് കൊടുത്ത മറുപടിയിൽ കഴിഞ്ഞ ആഴ്ച കൊടുത്തിരുന്നു. നിങ്ങളതെല്ലാം കണ്ടിട്ടുണ്ട്, ഈ ലിങ്ക് ആണ്. ഈ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പ്രചരിപ്പിച്ചവർക്ക് ഒരു മറുപടിയാണ് തട്ടിൽ പിതാവ് കൊടുത്തിരിക്കുന്നത്. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, മാർപ്പാപ്പ കൃത്യമായിട്ട് രേഖാമൂലം കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടാണ് നൽകിയതെന്ന് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് എന്ന് പ്രചരിപ്പിച്ചവർ ഒന്നുകിൽ മാപ്പ് പറയണം, അല്ലെങ്കിൽ സഭ അവരെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കണം. അതാണ് ഈ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തത് വിശ്വസിച്ചുകൊണ്ടാണ്, ഉള്ളറിഞ്ഞിട്ടാണ് തട്ടിൽ പിതാവ് ചെയ്തതെങ്കിൽ ഈ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണം. അപ്പോഴാണ് ഈ കോടതിക്ക് കൊടുത്ത സത്യവാങ്മൂലത്തിന് ബലമുണ്ടാകൂ, ഇല്ലേ, അത് ശരിയാകൂ, സത്യമാകൂ. അടുത്തത്, കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി സംബന്ധിച്ച് സിനഡ് 2021 എടുത്ത തീരുമാനം സീറോ മലബാർ സഭയുടെ 35 രൂപതയിൽ 34 യൂറോപ്പിലെ അപ്പസ്തോലിക വിസിറ്റേഷനിലും നടപ്പാക്കി. ചില മേഖലയിൽ എതിർപ്പ് കാരണം എറണാകുളം അങ്കമാലി അതിരൂപിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല.
ഈ അതിരൂപതയിൽ നിലനിൽക്കുന്ന അതുല്യമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് 2024 ജൂൺ 14-നും 19-നും മെത്രാൻ സിനഡ് കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുകയും അത് 2024 ജൂൺ 21-ന് സിനഡാനന്തര സർക്കുലർ അറിയിക്കുകയും ചെയ്തു. ഇതേക്കുറിച്ചുള്ള ഒരു വിശദീകരണക്കുറിപ്പ് 2024 ജൂലൈ 1-ന് നൽകി. അതനുസരിച്ച് എല്ലാ ഇടവകളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ ചൊല്ലേണ്ടതും തൽക്കാലത്തേക്ക് ഇപ്പോഴുള്ള തൽസ്ഥിതി തുടരാവുന്നതുമാണ്. ഇതൊരു താൽക്കാലിക സംവിധാനം മാത്രമാണെന്ന് സിനഡ് കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അന്തിമ ലക്ഷ്യം സഭയിലാകെ ഏകീകൃത കുർബാന നടപ്പാക്കുക എന്നുള്ളതാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമ്മളിത് ചർച്ച ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ തട്ടിൽ പിതാവ് മനഃപൂർവ്വം വിട്ടുകളഞ്ഞിട്ടുണ്ട്. ഏതാണത്? നമ്മുടെ മെത്രാൻ സിനഡ് എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്ന് ഇതിനകത്ത് എഴുതിയിട്ടില്ല. അത് 2024 ജൂൺ 9-ന് പുറപ്പെടുവിച്ച സർക്കുലറാണ്. ആ സർക്കിൾ ഉണ്ടാകാൻ കാരണം എന്താണ്? മെയ് മാസത്തിൽ ഇവരെല്ലാവരും കൂടി മാർപ്പാപ്പയെ കാണാൻ പോയി. മാർപ്പാപ്പയും പരിശുദ്ധ സിംഹാസനക്ക് നിർദ്ദേശിച്ചതനുസരിച്ച് ഒരു സർക്കുലർ, ഏറ്റവും ശക്തമായ സർക്കുലർ 2024 ജൂൺ 9-ന് ഇറക്കിയിരുന്നു. അതോടെ പരാമർശിച്ചിട്ടില്ല. അതിനുശേഷം ജൂൺ 14-നും 19-നും കൂടി ഓൺലൈൻ സിനഡ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ജൂലൈ 1-ന് കൊടുത്തിരിക്കുന്ന ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന രേഖ തട്ടിൽ പിതാവ് എഴുതിയിട്ടില്ല. അത് കോടതിയിൽ കൊടുത്തിട്ടുണ്ടാവില്ലേ? ആരെങ്കിലും ഇതിന് എതിർകക്ഷികളായി നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ രേഖ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണം. ആരാണ് കേസിന് പോയിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൽ നിങ്ങൾ ആരും കക്ഷി ചേരുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബസലിക്കയിൽ വലിയ വലിയ വക്കീലുമാരൊക്കെ ഉണ്ട്. നിങ്ങളൊരു കേസിൽ കക്ഷി ചേർന്നിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ജൂൺ 9-ലെ സർക്കുലർ, അതാണ് മാർപ്പാപ്പയുടെ എടുത്ത് പോയിട്ട് അതിനകത്ത് അങ്ങനെ വളരെ ശക്തമായ തീരുമാനങ്ങളാണ്. ആ സർക്കുലർ കണ്ടപ്പോഴാണ് വിമതരും മുന്നേറ്റക്കാരും അനുസരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. 200ഓളം വൈദികർ അനുസരിക്കാൻ തയ്യാറായി വന്നത്. എന്നിട്ട് അത് അട്ടിമറിച്ചു. അത് ഈ മെത്രന്മാരൊക്കെ തന്നെയാണ്, കുറച്ച് പേര്, എല്ലാവരും ഒന്നുമല്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ മനഃപൂർവ്വം ഇതിൽ കോടതിയിൽ കൊടുത്തിട്ടില്ല. എന്തിനാ? നിങ്ങൾക്കറിയാം, ഈ വിമതരും മുന്നേറ്റക്കാരും പറയുന്ന ഇതുപോലെ ചെയ്യാനാണ് ഇപ്പോഴത്തെ സഭാ നേതൃത്വം താല്പര്യം. അതുകൊണ്ട് വിമതർക്കും മുന്നേറ്റക്കാർക്കും അനുകൂലമായ രേഖകൾ മാത്രം കോടതി ഹാജരാക്കുക, പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ രേഖ ഹാജരാക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ഒരു ഇരട്ടത്താപ്പ് ഇതിനകത്തുണ്ട്. 9, പലവിധ കാരണങ്ങളാൽ ലിറ്റർജിയുടെ കാര്യത്തിലുള്ള അച്ചടക്കമില്ലായ്മ മൂലം ഈ തീരുമാനവും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് പറ്റിയില്ല എന്ന് മെത്രന്മാർ എഴുതുകയാണ് വേണ്ടത്. ഞങ്ങളുടെ ഈ ദൗർബല്യം കാരണം, ഞങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസക്കുറവ് കാരണം, സഭാ പാരമ്പര്യത്തിലുള്ള താല്പര്യത്തിൽ വലിയ കുറവ് കാരണം, സഭയുടെ പാരമ്പര്യങ്ങളുടെ സ്നേഹമില്ലായ്മ കാരണം നടപ്പാക്കാൻ പറ്റിയില്ല എന്നാണ് എഴുതേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ എഴുതില്ലല്ലോ, സത്യം പറയില്ലല്ലോ, അങ്ങനെ വളച്ച് കെട്ടിയല്ലേ കാര്യങ്ങൾ പറയുള്ളൂ. 2025 ജനുവരി 11-ാം തീയതി മേജർ ആർച്ച് ബിഷപ്പിനെയും അദ്ദേഹത്തിന് വികാരി മെത്രാപ്പൊലീത്തയും ഈ അതിരൂപതയുടെ ഭരണം ഏൽപ്പിച്ചു. അതോടെ ഈ അതിരൂപതയിലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം അവസാനിച്ചു. 2024 ജൂലൈ 1-ന് നൽകപ്പെട്ട കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. 2024 ജൂലൈ 1-ന് നൽകപ്പെട്ട കുറിപ്പ്, വിശദീകരണ കുറിപ്പ്, ഇപ്പം അതാണ് ആധാരം. ഓൺലൈൻ സിനഡ് കൂടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഗതിയും പിന്നെ ഈ കുറിപ്പുമാണ് ഇപ്പോൾ ആധാരം. വത്തിക്കാനിൽ പോയിട്ട് മാർപ്പാപ്പയെ കണ്ട്, പരിശുദ്ധ സിംഹാസനത്തെ കണ്ട്, സഭയുടെ ഏറ്റവും ഉന്നത അധികാരികൾ മുമ്പാകെ കൊടുത്ത ആ രേഖ, അടിസ്ഥാന രേഖയല്ല ഇപ്പോൾ രേഖ. വളരെ വഞ്ചനാപരമായ കള്ളത്തരം, അല്ലെങ്കിൽ തീർത്തും വിമതർക്കും മുന്നേറ്റക്കാർക്കും അടിയറവ് വെച്ചിരിക്കുന്ന ഒരു സഭാ നേതൃത്വത്തിൻ്റെ രേഖയാണിത്. ഇത് വളരെ സംശയത്തോടാണ് സത്യവിശ്വാസികൾ കാണുന്നത്. പക്ഷേ ഇപ്പോൾ സത്യവിശ്വാസികൾ എന്ന് പറയുന്നവരും എനിക്ക് സംശയമുണ്ട്. അതായത് സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞു നടന്ന കുറേ പേര് ഈ വിമതരെ പോലെയാണ്, മുന്നേറ്റക്കാരെ പോലെയാണ്. അവർക്കും ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു അപ്പക്കഷ്ണം ഇട്ട് കൊടുത്തു. ഒരു അപ്പക്കഷ്ണം, ഏതാണ് അപ്പക്കഷ്ണം? ഉച്ചയുറക്ക കുർബാന, 3:30 ഒരു കുർബാന. ആ എല്ലും കഷ്ണവും കടിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ എന്ന് പറയുന്നവരെ കുറച്ച് നേതാക്കന്മാർ പോയി. ഈ കിട്ടിയ എല്ലും കഷ്ണം, ഉച്ച കഴിഞ്ഞ് കിട്ടിയ 3:30 കിട്ടിയ ആ ഉച്ചയിറക്ക കുർബാന എന്നാൽ എല്ലും കഷ്ണം, അത് ഞങ്ങളും കുറച്ചിട്ട് കിട്ടിയതാണ്, ഓരിയിട്ടിട്ട് കിട്ടിയതാണെന്നുള്ള മട്ടിൽ ഈ സഭയുടെ കൂടെ നിൽക്കുന്ന ചില ഗ്രൂപ്പുകളുടെ നേതാക്കന്മാർ ആ എല്ലും കഷ്ണത്തിന് വേണ്ടി കടിച്ച് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ സഭയുടെ കൂടെ നിൽക്കാൻ വിശ്വാസികളില്ല. കുറച്ചുപേർ കുർബാനയ്ക്കൊക്കെ പോകുന്നുണ്ടാവും, പക്ഷേ
ഈ ഒരു എല്ലും കഷ്ണം കഴിഞ്ഞപ്പോൾ 3:30 എല്ലും കഷ്ണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാലെ പോയിരിക്കുകയാണ് ഈ സഭയുടെ കൂടെ നിൽക്കുന്നെന്ന് വിചാരിച്ച ആ പലരും. ഞാൻ എല്ലാവരും ആക്ഷേപിക്കുകയല്ല. അല്ലെങ്കിൽ അവരുടെ വിശ്വാസ്യത അവർ ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു എല്ലും കഷ്ണം കിട്ടിയപ്പോൾ സകലവിധ സമരമുറകളും തീർന്നു, പ്രതിഷേധങ്ങൾ തീർന്നു. ഇപ്പോൾ സഭാ നേതൃത്വത്തിനും മുന്നേറ്റക്കാർക്കും വിമതർക്കും വളരെ എളുപ്പമായി കാര്യങ്ങൾ. ഇനി ഒരു 10 കൊല്ലത്തേക്ക് ഇതുപോലെ ഈ ഉച്ചേർക്ക കുർബാന ചൊല്ലുകയോ ചൊല്ലാതിരിക്കുകയോ അച്ഛന്മാർ തോന്നിയാസം പോലെ അങ്ങ് പോകും. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും പ്രതികരിക്കുമെന്ന് എനിക്കിപ്പോൾ പ്രതീക്ഷയില്ല. അല്ലെങ്കിൽ മറിച്ച് അവർ തീരുമാനിക്കുന്ന ദിവസം ഉണ്ടാകണം. അത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കാം. തോമാസിയുടെ മകനായിട്ട് മാറും ഞാനിപ്പോൾ. ഇനിയിപ്പോൾ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റൂ. കാരണം ഇതുവരെ വിശ്വസിച്ചിട്ട് മുഴുവൻ ഈ കബളിപ്പിക്കലാണ് വിമതരുടെ രീതിയായിരുന്നേ, മുന്നേറ്റക്കാരുടെ രീതിയായിരുന്നേ. സഭയുടെ കൂടെ നിൽക്കുന്നവരുടെ രീതിയും അങ്ങനെയാണോ എന്നുള്ള സംശയത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുക. 10. ഈ സന്ദർഭത്തിൽ സമാധാനവും ഐക്യതയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി നീണ്ടു പോകുന്ന വിവാദങ്ങൾക്ക് അവസാനമുണ്ടാക്കാൻ വേണ്ടി 2025 ജൂൺ 26 മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പൊലീത്തയും ഒരു സംയുക്ത സർക്കിൾ പുറപ്പെടുവിച്ചത് ശരിയാണ്. അതിൻ്റെ പ്രയോഗ ഭാഗത്ത് ഇങ്ങനെ പ്രഖ്യാപിച്ചിരുന്നു: അതിരൂപതയിൽ ഏകീകൃത കുർബാന നടക്കുന്ന ഇടവകളിൽ പ്രായോഗിക പ്രശ്നങ്ങൾ ഉടലെടുത്താൽ 2024 ജൂൺ 14-19 തീയതിയിൽ ഓൺലൈൻ സെനറ്റിന്റെ തീരുമാനവും 21/6/24 സർക്കുലർ 2024 ജൂലൈ 1 വിശദീകരണക്കുറിപ്പ് എന്നിവയുമാണ് പിന്തുടരേണ്ടത്. വളരെ വിവാദപരമായ 10ാം നമ്പർ, ഈ സമവായ സർക്കിളിലെ 10ാം നമ്പർ, അതായത് എവിടെയെങ്കിലും പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അപ്പം ഞങ്ങൾ ഈ ഏകീകൃത കുർബാന നടക്കുന്ന പള്ളികളിലും ഈ പറഞ്ഞ ജനാഭിമുഖ കുർബാന നടപ്പാക്കി തരും എന്നുള്ള വകുപ്പാണ് ഈ പറയണേ. ഇതിൻ്റെ ചരിത്രം നമുക്കറിയാം. മെത്രാന്മാരുടെ കഴിവില്ലായ്മയെ കോടതിയെ അറിയിക്കുന്ന രേഖയായിട്ട് അതിനെ കണ്ടാൽ മതി. പിന്നെ ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. മാർപ്പാപ്പി അംഗീകരിക്കാതെ മാർപ്പാപ്പയുടെ കൽപ്പനകൾ സൂത്രത്തിൽ ലംഘിക്കാൻ സൂയിയൊരു സഭകൾ എങ്ങനെ ശ്രമിക്കുന്നുവെന്ന് പഠിക്കാനുള്ള ഏറ്റവും നല്ല പാഠപുസ്തകമായിട്ട് മാറിയിരിക്കുകയാണ് സീറോ മലബാർ സഭ. മാർപ്പാപ്പയുടെ കൽപ്പനകൾ സൂത്രത്തിൽ ലംഘിക്കാൻ സൂയിയൂരി സഭകൾ എങ്ങനെ ശ്രമിക്കുന്നുവെന്ന് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാതൃക, ഏറ്റവും നല്ല പാഠപുസ്തകമായിട്ട് ചരിത്രത്തിൽ സീറോ മലബാർ സഭ സ്ഥാനം പിടിക്കും. ഇപ്പോഴുള്ള സകല മെത്രാന്മാരുടെ പേരുകളും അതിൽ രേഖപ്പെടുത്തും. ഇനി ആരും രേഖപ്പെടുത്താൻ തയ്യാറല്ലെങ്കിൽ എനിക്ക് ആയുസ്സും ആരോഗ്യം കർത്താവ് തരികയാണെങ്കിൽ ഞാൻ ഈ സഭ ചരിത്രം എഴുതും. ഇതിപ്പം ഒരുപാട് നാളായല്ലോ ഞാനിത് ഇടപെട്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ പേര് സഹിതം ഞാൻ എഴുതും. സിനഡിലെ രേഖകളൊക്കെ അവർ ഹാജരാക്കിക്കോട്ടെ, ചരിത്രം ഞാൻ എഴുതും. അതായത് മാർപ്പാപ്പിയെ ലംഘിക്കാൻ സൂയിയൂരി സഭകൾ എങ്ങനെ ശ്രമിക്കുന്നു, സൂത്രത്തിൽ ശ്രമിക്കുന്നു, അതിനുള്ള നല്ല പാഠപുസ്തകമായിട്ട് നമ്മുടെ സീറോ മലബാർ സഭ മാറും. പിന്നെ ഇങ്ങനെയൊക്കെ ഈ സമവായ സർക്കിളും മറ്റതൊക്കെ എഴുതിയെങ്കിലും എന്താണ് നടപ്പായതെന്നും നമുക്കെല്ലാവർക്കും അറിയാം. മേജർ ആർച്ച് ബിഷപ്പോ വികാരി മെത്രാപ്പൊലീത്ത പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ നടന്നേ? അല്ലല്ലോ. മുന്നേറ്റക്കാരൻ പറഞ്ഞതുപോലെയല്ലേ? എന്നിട്ട് എല്ലാ പള്ളികളിലും നടന്നോ? ഇല്ല. എന്നിട്ട് ആരെങ്കിലും ചോദ്യം ചെയ്തോ? ഇല്ല. ഏതെങ്കിലും മെത്രാന് ഒരു സങ്കടമോ വിഷമം ഉണ്ടായോ? ഇല്ല. ഗംഭീരമായിരിക്കുന്നു, ഗംഭീരം. സത്യവാങ്മൂലം ഇങ്ങനത്തെ 100 എണ്ണം കൂടി കൊടുക്കുക എല്ലാ കോടതികളിലും. അവസാനത്തെ പാരഗ്രാഫ് അതനുസരിച്ച് ഞായറാഴ്ചയിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃതയിൽ ചൊല്ലേണ്ടതാണ്. 2025 ജൂലൈ മുതലാണ് ഇത് പ്രാബല്യത്തിലാക്കിയത്. അതനുസരിച്ച് രാവിലെ 5:30-നും 10:30-നും ഇടയിലോ ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 3:30-നും 6-നും ഇടയിലോ ആയിരിക്കും ഏകീകൃത കുർബാന. എവിടെയെങ്കിലും അങ്ങനെ ചൊല്ലിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒക്കെ 3:30-ക്കല്ലേ. ഒരു കുർബാന മാത്രമുള്ള പള്ളികളിൽ ഒന്നിടപെട്ട ഞായറാഴ്ചകളിൽ ഏകീകൃത കുർബാന ചൊല്ലണം. ഞാൻ ആ സമവായ സർക്കിളിൽ അത് കണ്ടില്ല, പിന്നീട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. സിനഡ് മറ്റൊരു തീരുമാനം എടുക്കുന്നത് വരെ ഇത് തുടരുന്നതാണ്. അതായത് അടുത്തൊരു 10 കൊല്ലത്തേക്ക് ഈ സിനഡ് തീരുമാനിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. 10 കൊല്ലത്തേക്ക് ഇങ്ങനെ പോട്ടെ. അപ്പോൾ ഇപ്പോഴത്തെ ഈ കൊമ്പത്തുള്ള കുറച്ച് വിമതർ ചത്തുപോകുമെന്ന് അവർ വിചാരിക്കുന്നു. ആര്? മെത്രമാർ. അവർ ചാവാൻ സാധ്യതയില്ല. പിന്നെ മുന്നേറ്റക്കാർ കുറച്ച് പേര് ചത്തുപോകാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ഈ 99 തീരുമാനിച്ച് 2020 നടപ്പാക്കിയതുപോലെ 2020 തീരുമാനിച്ചത് 2031 അല്ലെങ്കിൽ 2041 നടപ്പാക്കാം. അന്നത്തെ മെത്രാന്മാർ വേണമെങ്കിൽ നടപ്പാക്കിക്കോട്ടെ എന്നാണ് ഇപ്പോൾ ചില മെത്രാന്മാർ ഉപദേശം കൊടുത്തിരിക്കുന്നതും ഇപ്പോൾ ഈ സത്യവാങ്മൂലത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നതും. മുകളിൽ പറഞ്ഞ കാരണങ്ങളാൽ പരാതിക്കാരനായ കത്തീഡ്രൽ ബസിലിക്കൽ വികാരിക്ക് 2025 ജൂൺ 26 നൽകിയ രീതിയിൽ മാത്രമേ കുർബാന അർപ്പിക്കാൻ പറ്റൂ എന്ന് വെച്ചാൽ അവിടെ ഒരു സമവായ മാർഗരേഖ അനുസരിച്ച് ഉച്ചകഴിഞ്ഞ് 3:30 ഒരു കുർബാന ചൊല്ലാം. കത്തീഡ്രൽ ബസിലിക്കയിൽ ഉച്ചകഴിഞ്ഞ് 3:30 ഒരു കുർബാന ചൊല്ലാം. ആ മുന്നേറ്റക്കാരൻ്റെ തീരുമാനം നടപ്പാക്കാൻ വേണ്ടിയാണ് തട്ടിൽ പിതാവ് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. കാര്യം മനസ്സിലായി നിങ്ങൾക്ക്? നമ്മൾ ഇത്ര നേരം പറഞ്ഞ അതിൻ്റെ ചുരുക്കം തന്നു മനസ്സിലായി. ഈ ചരിത്രത്തിൻ്റെ കത്തീഡ്രൽ ബസിലിക്കയിൽ ഉച്ചകഴിഞ്ഞ് 3:30
ഒരു ഏകീകൃത കുർബാന അപ്പുറത്ത് വികാരിച്ചനെ തോന്നിയാൽ, അദ്ദേഹം പിക്നിക്കിന് പോയില്ലെങ്കിൽ, അത് ഉച്ച കഴിഞ്ഞ് അവിടെ മാവേലി വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ ഏതെങ്കിലും പരിപാടി ബസിലിക്കയിൽ വെച്ചിട്ടില്ലെങ്കിൽ, ഏകീകൃത കുർബാനയ്ക്ക് 2-3 പേര് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തോന്നിയാൽ ഉറക്കത്തിൽ എഴുന്നേറ്റാൽ ഒരു കുർബാന ചൊല്ലാം. അതാണ് കോടതിയെ ഈ തട്ടിൽ പിതാവ് അറിയിച്ചിരിക്കുന്നത്. 2022 പരിശുദ്ധ സിംഹാസനം കൊടുത്തൊരു നിർദ്ദേശമുണ്ട്. മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഔദ്യോഗിക പള്ളിയാണ് കത്തീഡ്രൽ ബസിലിക്ക. അവിടെ ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാവൂ എന്ന് 2022 പരിശുദ്ധ സിംഹാസനം ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. സെമിനാരികളിലും ഫോർമേഷൻ ഹൗസുകളിലും, പ്രത്യേകിച്ച് ഇവിടെ കത്തീഡ്രൽ ബസിലിക്ക എന്ന് പറഞ്ഞാൽ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഔദ്യോഗിക പള്ളിയാണ്. അവിടെ മറ്റൊരു തരത്തിലും കുർബാന പാടില്ല, ഏകീകൃത കുർബാനയെ പാടുള്ളെന്ന് പരിശുദ്ധ സിംഹാസനം കൊടുത്തിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർപ്പാപ്പ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട, പരിശുദ്ധ സിംഹാസനം ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട, ഞങ്ങൾ സൂയി യൂരിസാണ്, സ്വയം അധികാരമുള്ള സഭയാണ്. അങ്ങനെ സ്വയം അധികാരമുള്ള സഭ സ്വയം എന്തു ചെയ്യും? നിയമങ്ങൾ ലംഘിക്കും. അത് നിങ്ങൾ ചോദിക്കാൻ വരണ്ട. ഞങ്ങൾ വേറെ സഭയല്ലേ, പൗരത്വ സഭകളല്ലേ. ഇപ്പോൾ പൗരത്വ സഭകൾ എന്ന് പറഞ്ഞിട്ടും വന്നിരിക്കുകയാണ്, സ്വയാധികാര സഭ എന്ന് പറഞ്ഞ് വന്നിരിക്കുക, മാർപ്പാപ്പയെയും പരിശുദ്ധ സിംഹാസനത്തെയും സൂത്രത്തിൽ കബളിപ്പിക്കാനായിട്ട്. സ്വന്തം ഔദ്യോഗിക പള്ളിയിൽ, മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഔദ്യോഗിക പള്ളിയിൽ ഒരു തോന്നിവാസ കുർബാന ചൊല്ലാനായിട്ടാണ് കോടതി അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സഭയുടെ തലവൻ ഒരു മുനിസിപ്പൽ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുക. നമ്മളെന്താ ഇതിന് മറുപടി പറയുക? ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. പണ്ട് എൻ്റെ അടുക്കൽ ഒരു ചെറുക്കൻ കൗൺസിലിങ്ങിന് വന്നു. അവൻ്റെ പ്രശ്നം, സംസാരിക്കാൻ മുഴുവനും തെറിയാണ് പറയുന്നത്. എപ്പോഴും തെറി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാ തരം തെറികളും. അപ്പോൾ എന്താണ് ഈ പയ്യൻ്റെ പ്രശ്നം? അപ്പോൾ നമുക്കൊന്നും ഈ ഒരു കൗൺസിലിംഗ് മനസ്സിലാക്കാൻ പ്രയാസം വരുവാണല്ലോ. അപ്പം ഞാൻ അവനോട് അവന് തെറി വരുന്നൊക്കെ ഒന്ന് എഴുതി വയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ സമയം കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ 4 പേജ് തെറി എന്ന് പറഞ്ഞാൽ തെറി തന്നെയാണ്. പക്ഷേ തെറി പറഞ്ഞിരിക്കുന്ന മുഴുവൻ അവൻ്റെ അമ്മയ്ക്കെതിരെയാണ്, സ്വന്തം അമ്മയ്ക്കെതിരെ. അപ്പം എനിക്ക് അത്ഭുതമായി. സ്വന്തം അമ്മയ്ക്കെതിരെ നമ്മൾ കേട്ടിരിക്കുന്ന സകല തെറികളും. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് അമ്മയോട് ഇത്ര ദേഷ്യം? അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് അവൻ പറഞ്ഞു, അവൻ കാണാൻ പാടില്ലാത്തൊരു കാഴ്ച കണ്ടു. അവൻ്റെ അമ്മ അവൻ്റെ അപ്പനല്ലാത്ത ഒരു പുരുഷനുമായിട്ട് കിടക്കുന്നത് കണ്ടു. അവനെ പ്രസവിച്ച അമ്മ അവൻ്റെ അപ്പനല്ലാത്ത ഒരു പുരുഷനുമായി കിടക്കുന്നത് അവൻ്റെ കണ്ണാലെ കണ്ടു. അമ്മ പിഴച്ചു പോയി. ചിലപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചതായിരിക്കാം, സ്ഥിരമായിട്ടൊന്നും സംഭവിച്ചതാകണമെന്നില്ല. പക്ഷേ അവൻ്റെ കാഴ്ചപ്പാടിൽ അമ്മ പിഴച്ചു പോയി. അമ്മയെ മാറ്റാൻ പറ്റുമോ? നമ്മുടെ അപ്പനോ അമ്മയോ പിഴച്ചു പോയാൽ നമുക്ക് നമ്മുടെ അപ്പനമ്മയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പനമ്മയ്ക്ക് നമ്മളെ ക്രിയേറ്റ് ചെയ്യാം, മക്കളെ ക്രിയേറ്റ് ചെയ്യാം, ദൈവം അനുവദിച്ചാൽ. നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ അപ്പനമ്മയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? സൃഷ്ടിക്കാൻ പറ്റുമോ? ജനിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ അപ്പനോ അമ്മയോ പിഴച്ചു പോയാൽ നമുക്ക് പിന്നെ എന്താണ് ഒരു മാർഗം? സഹിക്കല്ലാതെ വേറെ എന്താണ് മാർഗം? ചിലപ്പോൾ നമ്മൾ വായിൽ തെറി വരും. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥയിലാണ്. വിവരവും കഴിവുമില്ലാത്ത ഒരു അപ്പനാണെന്ന് വിചാരിക്കുക. പിഴയ്ക്കുകൂടി ചെയ്താലോ? അങ്ങനെ പിഴച്ചു പോയാൽ മക്കളുടെ മുമ്പിൽ ഒരൊറ്റ ചോയ്സേ ഉള്ളൂ, സഹിക്കുക. ആ സഹനത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.